ഇത് ബാലസംഘം എന്ന് പറയുന്ന സംഘവിജയമാണിത്. ബാലസംഘം എന്ന് പറയുന്ന ഒരു സംഘടന അവരെഴുതിയിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾ, ഞങ്ങൾക്ക് സാത്താനെ പേടിയില്ല. ഹു ഈസ് ദിസ് സാത്താൻ? ആക്ച്വലി ഐ ഡോണ്ട് നോ. ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾ, ഞങ്ങൾക്ക് സാത്താനെ പേടിയില്ല. രണ്ടർത്ഥമുണ്ട്. ദർ ഇസ് എ സാത്താൻ, വി ഡോണ്ട് ഫിയർ സാത്താൻ. സാത്താൻ എന്ന് പറയുന്ന ഒരാള് ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. കാര്യം എന്താണ്? ഞങ്ങൾ ശാസ്ത്രം പഠിക്കുന്നു. എന്നാ ശാസ്ത്രം? ശാസ്ത്രം പഠിക്കുന്നതുകൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളാണെന്നത്. ഇപ്പൊ ഈ ലോകത്തുള്ള സർവ്വ തിന്മകളും ഉണ്ടാക്കുന്നത്, ഇപ്പോ ബലാത്സംഗം നടക്കുമ്പോൾ സാക്ഷി ആരാണ്? കണ്ടു നിൽക്കുന്നതും അനുവദിക്കുന്നതും ആരാണ്? ദൈവമാണെന്നാണ് മതവിശ്വാസികളുടെ തിയറി അനുസരിച്ച്. ഒരു റേപ്പ് നടക്കുമ്പോഴും ഒരു ക്രൈം നടക്കുമ്പോഴും അവിടെയുള്ള മൂന്നാമൻ ദൈവമാണ്. അവന്റെ അനുവാദം ഇല്ലാതെ, അവന്റെ കൺസെന്റ് ഇല്ലാതെ ഇതൊന്നും നടക്കില്ല. അതാണല്ലോ സർവജ്ഞൻ, സർവശക്തൻ, സർവ 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 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അപ്പൊ അങ്ങനെ പേമാരികൾ ഉണ്ടാക്കുന്നവനും, കൊടുങ്കാറ്റുകൾ ഉണ്ടാക്കുന്നവനും, ഭൂകമ്പം ഉണ്ടാക്കുന്നവനും, റേസിസം ഉണ്ടാക്കുന്നവനും, അടിമത്തം ഉണ്ടാക്കുന്നവനും, ഇതെല്ലാം ഉണ്ടാക്കി മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നതും വർഗീയലഹളകളും മതലഹളകളും ഡാഷ് 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 എല്ലാം ഉണ്ടാക്കി എല്ലാം അറിയുന്ന ഒരു വ്യക്തി അതാരാണ്? മിസ്റ്റർ ദൈവം. അയാളെ പേടിയില്ല എന്നവർ പറയുന്നില്ല. മറിച്ച് ഇന്നലെ BJP നേതാവ് പറഞ്ഞോണം, ഇന്ത്യക്കാർ ഇത്രയും മഹത്തരമായി മുന്നോട്ട് പോകാൻ കാരണം എന്താണ്? ദൈവഭയം ഉള്ളത് കൊണ്ടാണ്. ദൈവത്തെ ഭയക്കുന്നു. ഇവിടെ ദൈവം ദൈവം എന്ന് പറയുന്ന ഒരാളെ ഭയന്ന് ജീവിക്കുന്ന ഒരു ജനതയായതുകൊണ്ടാണ് നമ്മളിങ്ങനെ കയറി പോകുന്നത്. സാത്താനെ പേടിയില്ല. ആ ഒരു അഡ്രസ്സും ഇല്ല, ഡ്രസ്സും ഇല്ല. ഉണ്ടോ? ഡ്രസ്സുണ്ട്. ഇല്ലാത്ത സാത്താനെ ആരും ഒരു പ്രശ്നവും ഇല്ല, ഒന്നും ചെയ്യില്ല. അങ്ങനെ ഒരു പുള്ളിയെ ഭയമില്ലെന്ന് പറയാം. എന്നാൽ ഇതിന് പകരം ദൈവത്തെ ഭയമില്ല എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് അവസാനത്തെ പോസ്റ്റർ ആയിരിക്കും. പോസ്റ്റർ അടിക്കാൻ കാശും കിട്ടത്തില്ല, പിള്ളേർക്ക് അടിയും വാങ്ങിക്കും. ആരുടെ നിന്നാണ്? പാർട്ടി മുതലാളിമാര് പിള്ളേർക്ക് അടിയും കൊടുക്കും. എന്തൊരു ദാഷണ എഴുതി വെച്ചിരിക്കുന്നത്. മാരെ നിർത്തിക്കോണം നിന്റെ ഡാഷ് സംഘവും എന്ന് പറഞ്ഞാൽ അവിടെ തീരും കേസ്. സാത്താനെ പേടിയില്ല. ആരെങ്കിലും വരുമോ സാത്താന് വേണ്ടി? നിങ്ങൾ എന്താ ഈ സാത്താന്റെ പേരിൽ വ്രണപ്പെടാൻ ആരും ഇല്ലല്ലോ. ഇവിടെ ആരെ അവരെ എഴുതിയെന്നുള്ളതല്ല, ആരെ ഒഴിവാക്കി എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ഒമിഷനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരാളെ ഒഴിവാക്കിയിട്ട് ഒരു സാത്താനെ എടുത്ത് ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫോട്ടോ, എനിക്ക് തോന്നുന്നു അഗ്നിവീർ റിക്രൂട്ട്മെന്റിന് എടുത്ത ഫോട്ടോ ആണെന്ന് തോന്നുന്നു. അതേപോലെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഒരാളവിടെ നൈസായിട്ട് സ്കൂട്ടായിരിക്കും. ആ ആളിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, ആ ഒരു സങ്കല്പത്തെ കുറിച്ചാണ്. സോ ഡോക്കിൻസ് ഗോഡ് ഡെലൂഷനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ത്രോട്ട് പറയുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് ഇസ് എ ഫങ്ഷൻ ഓഫ് ബ്ലൈൻഡ്നെസ്. വിശ്വാസം എന്ന് പറയുന്നത് ആക്ച്വലി ബ്ലൈൻഡ്നെസ് ആണ്. ഈ ബ്ലൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ ആളുകൾ ഇപ്പോ ഈ മതവിമർശനത്തെ വിമർശിക്കുന്ന അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ചേരയെ തിന്നുന്ന ചേരകൾ എന്ന് പറഞ്ഞു വരുന്ന കുറെ ചേരകൾ ഉണ്ട്. ഇവർ പറയുന്നത് ഈ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ബോഡി ഷെയ്മിങ് ആണ്. നിങ്ങൾ ബ്ലൈൻഡ്, അന്ധവിശ്വാസികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അന്ധന്മാർക്കെതിരെയുള്ള ഇതൊരു പുകയ്ക്കും അവരിട്ട് ചകിരിയും കുറെ സാധനങ്ങളിട്ട് പുകയാണ്, പുക ടീമുകൾ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഇവർ പറയും അന്ധവിശ്വാസം എന്ന് പറയുന്നത് അന്ധർക്കെതിരെയുള്ള ഒരു നീക്കമാണ്, ഒരു ഗൂഢാലോചനയാണ്, ഒരു അധിക്ഷേപമാണ്.